ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം, ഇഷ്ടപ്പെടും. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബൗൾ എടുക്കുക. അതിലേക്ക് 1 കപ്പ് റവയാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് വറുത്ത റവയോ വറക്കാത്ത റവയോ ഏതായാലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്, എൻ്റെ കയ്യിൽ അതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 കപ്പ് തൈരാണ് ചേർക്കുന്നത്. ഇത് ഒട്ടും പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് പുളിയുള്ള തൈരാണെങ്കിൽ ഇത്ര തന്നെ ഒഴിക്കേണ്ടി വരില്ല. 1/4 കപ്പൊക്കെ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുക. ഇതിപ്പോൾ വറുത്തതായാലും വറക്കാത്തതായാലും ചേർക്കാം. വറുത്ത അരിപ്പൊടിയാണ് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയില്ലേ വറുത്തത്, അതാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടിയും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വെക്കാം. ആ റവ ഒന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം. ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം. ചെറിയ ജീരകത്തിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. കടുകും ജീരകവും പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. അതുപോലെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തതാണ് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങും ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു സവാളയാണ് ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാപ്സിക്കം, 1-2 ടേബിൾ സ്പൂൺ കാപ്സിക്കം ചേർക്കാം. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഞാനൊരു വലിയ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കാം. പച്ചമുളക് ആ സവാളയുടെ കൂടെ ചേർത്താൽ മതി കേട്ടോ. എല്ലാം കൂടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിങ്ങനെ വല്ലാതെ സോഫ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കുക. ഇനി ഇതിലേക്ക് കാബേജാണ് ചേർക്കേണ്ടത്. ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെയൊക്കെ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 കപ്പ് ചേർക്കാം, അല്ലെങ്കിൽ 1/2 കപ്പൊക്കെ ചേർത്താൽ മതിയാവും. ഇപ്പോൾ കാബേജും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് വഴറ്റാം. അപ്പോൾ ഇങ്ങനെ വെജിറ്റബിൾസ് ഇങ്ങനെ വല്ലാതെ സോഫ്റ്റ് ആവരുത്, അതുകൊണ്ട് തന്നെ ഓവർ കുക്ക് ചെയ്യരുത്. പിന്നെ തക്കാളി പുളിക്കനുസരിച്ച് മാത്രമേ ചേർക്കാവൂ. ഇതിനൊരു 1-2 മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വയ്ക്കുക. അധികം നേരം അടച്ചു വെച്ചിട്ട് വേവിക്കരുത്. ഇത് നിങ്ങൾക്ക് ഗരം മസാലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് വേണമെങ്കിൽ ഒരു ലേശമൊക്കെ ചേർക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ഇനി അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കുക. ഇപ്പോൾ ഇതാ റവ നന്നായിട്ട് ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ റവ ഒന്ന് കുതിരണം. അപ്പോൾ ആദ്യം റവ തൈരിൽ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ അത് വല്ലാതെ കട്ടിയുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടി വെള്ളം ചേർക്കണം. പക്ഷേ ഇത് ബാറ്റർ നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കും, അപ്പോൾ കുറേ വെള്ളം ഒഴിക്കരുത്. പിന്നെ ഉപ്പൊക്കെ നോക്കണം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൽ ചേർക്കാം. ഇപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് സോഡ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സോഡ ചേർത്താൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ സോഡയും കൂടിയും ചേർക്കാം. അപ്പോൾ ഇതാ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ഒരു 4-5 സ്പൂൺ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുക. ഇത് ഇങ്ങനെ 2 എണ്ണമായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ 3-4 ആയിട്ടും ഉണ്ടാക്കാം കേട്ടോ. 1 സ്പൂൺ കൊണ്ട് പരത്തി കൊടുക്കുക. അപ്പോൾ എണ്ണയ്ക്ക് നിങ്ങൾക്ക് വേണ്ടത് ഒഴിക്കാം. ഇപ്പോൾ 1 സ്പൂൺ ഒഴിച്ചിട്ടും ഉണ്ടാക്കാം, 2-3 സ്പൂൺ ഒഴിച്ചിട്ടും ഉണ്ടാക്കാം. അപ്പോൾ നന്നായിട്ട് മൊരിച്ചെടുക്കണമെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. അടിഭാഗം ഒന്ന് നല്ല ഗോൾഡൻ കളറിൽ ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളറിൽ ഒന്ന് മൊരിഞ്ഞു വന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും.
അപ്പോൾ ഇതിങ്ങനെ കട്ടിയിൽ പരത്തിയതിൻ്റെ ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതാ അടിഭാഗം ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് മറിച്ചിടാം. ഇനി ഇത് ഇതേപോലെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഇനി പ്ലേറ്റിൽ നിന്ന് തിരിച്ചിടുക ഈ പാനിലേക്ക് തന്നെ. എന്നിട്ട് മറ്റേ ഭാഗം ഇതേപോലെ തന്നെ നല്ല ഗോൾഡൻ കളറിൽ നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ ആ രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ നേരം വെച്ചാൽ മതി. അപ്പോൾ മറ്റേ സൈഡ് മറിച്ചിടുമ്പോഴും നിങ്ങൾക്ക് ഓയിൽ ഒഴിക്കണമെങ്കിൽ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. വേണ്ടില്ലേ, നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അല്ലെങ്കിൽ സ്നാക്സിൻ്റെ ടൈമിലൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണത്. ഒരുപാട് വെജിറ്റബിൾസും ഉണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ചട്നിയുടെ ഒന്നും ശരിക്കും ആവശ്യമില്ല. ഇത് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പുതിന ചട്നി അല്ലെങ്കിൽ മല്ലിയില ചട്നി കൊടുക്കാം. അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ്, ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ ലഞ്ച് ബോക്സിലൊക്കെ വെക്കാനൊക്കെ പറ്റിയൊരു സ്നാക്സ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക്